ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വരെയുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു പഴയ വീഡിയോ ആണ്, എന്നാലും കിടക്കട്ടെ. നമ്മൾ എല്ലാം ഒരു മെമ്മറി അല്ലേ, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഉള്ളവർക്ക്. മീൻസ് ഒരു സ്ഥിരമായിട്ട് ഒരിടത്ത് മാത്രം ലൈഫില്ലാത്ത, അതല്ലെങ്കിൽ ഓടിച്ചാടി എല്ലായിടത്തും നടക്കുന്ന, അല്ലെങ്കിൽ വർഷാവർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ദൂരെ പോയി മാറി നിൽക്കുന്ന, എന്നെപ്പോലെ ക്വാർട്ടർ ലൈഫ് ജീവിക്കുന്ന എല്ലാവർക്കും ചിലപ്പം പറഞ്ഞാൽ മനസ്സിലാവും. കാരണം സ്ഥിരമായ ഒരു വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ലൈഫും ഒരുപോലെ ആയിരിക്കും. പക്ഷെ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ 2 വർഷം കൂടുമ്പോൾ എല്ലായിടത്തേക്കും മാറി നിൽക്കുന്നത് കൊണ്ട് നമുക്കെല്ലാം ഒരു മെമ്മറിയാണ്. എല്ലാ കാര്യങ്ങളും, ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളും ഓർത്ത് വെക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരി, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് നോക്കിയാലോ. നമുക്ക് ഇഡ്ഡലിയാണ്. അപ്പോൾ രാത്രി മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെറ്റായി വന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി. അതേപോലെ ഒരു കുട്ടി സാമ്പാർ തട്ടിക്കൂട്ടാമെന്ന് കരുതി. അതാവുമ്പോൾ നമുക്ക് ഉച്ചയ്ക്കും രാവിലെയും എല്ലാം റെഡിയാക്കി അങ്ങ് പോകാമല്ലോ, ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ കണ്ണൂർ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് കേട്ടോ ഈ മസൂർ ദാൽ കൂടുതലും ഇങ്ങനെ സാമ്പാറിന് വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ വീട്ടിലാണെങ്കിൽ ആ മഞ്ഞ കളറിലെ പരിപ്പാണ് ഇടുക. കണ്ണൂരാകുമ്പം ഓറഞ്ച് പരിപ്പാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് കുറുക്കം കിട്ടും സാമ്പാറിന്, ഒരു കൊഴുപ്പൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ഷോർട്സ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഈ വീഡിയോ എത്ര പഴയതാണെന്ന്. കാരണം ഷോർട്സ് ഇട്ടിട്ട് കുറച്ച് നാളായല്ലോ. അപ്പോൾ എന്നാലും ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കളയാതെ വെച്ചിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ഓരോ ദിവസമല്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നു. എല്ലാ ദിവസവും ചിലപ്പോൾ ഇതുപോലൊന്നും അല്ല, എന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഇടണം എന്ന് കരുതി എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇത്രയൊക്കെ എന്തിനാണ് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത് നല്ല പൂ പോലത്തെ കുഞ്ഞ് ഇഡ്ഡലിയാണ്. നമുക്ക് 2ആയിട്ട് മുറിക്കാനേ ഉള്ളൂ ആ ഇഡ്ഡലി, കുഞ്ഞിക്കാട്ട് ഇഡ്ഡലിയാണ്. പിന്നെ ഞാനും ശമ്പൂട്ടനും കുറച്ച് നാളായിട്ടും ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണമൊക്കെ. സോ ഞാൻ കുഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് രാവിലെ അവൻ 6:30 പോകണമെങ്കിൽ 6:30 തന്നെയാണ് ഞാനും കഴിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിരുന്നാൽ പോലും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ അവന് സ്നാക്ക് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടി നമ്മൾ പണിയാരം ചെയ്തിട്ടുണ്ടായിരുന്നു. പണിയാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ അരി ഉഴുന്നും അരച്ചല്ലോ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട്. ആ മാവിൽ ഒരു 3-4 സ്പൂൺ എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പുളിക്കാത്ത ഇഡ്ഡലിയുടെ മാവ് കൊണ്ടാണ് നമ്മൾ ഈ പണിയാരം ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് പണിയാരം ഇട്ടിട്ട് ഇഡ്ഡലിയും പണിയാരം എല്ലാം കൂടെ സ്കൂളിൽ കൊടുത്തു വിട്ടു കേട്ടോ. അങ്ങനെ ശമ്പൂട്ടൻ്റെ സ്കൂളിലേക്ക് പോയി. പിന്നെ തിരിച്ച് വരുന്ന വഴി ഞാനൊരു റൗണ്ട് നടക്കാൻ പോയി. അപ്പോൾ നടക്കാൻ പോയപ്പം ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പട്ടിക്കുട്ടന്മാർ ഇവിടെ പട്ടികളെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മീൻസ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുമല്ലോ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഇത് നമുക്ക് കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടാൻ പറ്റാത്ത അവസ്ഥ വരും. ഇവരിങ്ങനെ ഓടി ആൻഡമാനിൽ പൊതുവേ നമ്മുടെ പേപ്പട്ടിയുടെ പ്രശ്നം ഇല്ല. റേബിസിന് അങ്ങനെ കാര്യമായിട്ടുള്ള ഒന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു അറിവാണ് കേട്ടോ, തെറ്റാം, എന്തായാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ ശമ്പൂട്ടിനൊരു സ്ക്രാച്ച് വന്നപ്പോഴത്തേക്ക് അവന് വാക്സിനേഷനൊക്കെ എടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇങ്ങനെ പട്ടിക്കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവരിങ്ങനെ എപ്പോഴും കുട്ടികളുണ്ടാവും. പട്ടികളുള്ളതുകൊണ്ട് എപ്പോഴും ഈ പരിസരങ്ങളിലൊക്കെ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കമ്പനിയുള്ള നായ്ക്കുട്ടികളുണ്ട് കേട്ടോ. കുട്ടികൾക്കെന്നല്ല, നമ്മൾ വലിയവർക്ക് തന്നെ നല്ല കമ്പനിയുള്ളവരറിയാം. അറിയാമല്ലോ, ബ്രൗണിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബ്രൗണിയൊക്കെ നാട് വിട്ട് പോയി, ഇപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല. എന്നാലും ശരി, കാരണം ഇവിടെ വണ്ടിയിൽ നമ്മുടെ ആൾക്കാരിങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് എവിടെയാണ് ഉപേക്ഷിക്കുന്നതെന്നൊന്നും അറിയില്ല. എന്നാലും ഈ കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് പുറത്താക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ട്വിൻസ് കുട്ടികളിൽ ഒരാൾ, നമ്മുടെ ധ്വനിക്കുട്ടിയും കൂടെ ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യലാണെന്ന്. ഇങ്ങോട്ട് വാ ഇപ്പൊ വരും. പിടിക്കല്ലേ. കൊത്തും കൊച്ചത്.
ഇങ്ങി വാ. അത് മമ്മ കഴിക്കട്ടെ. മമ്മ ഇവിടെ ഇരുന്നേ. ഇവിടെ വന്നിരിക്കെ. അവിടെ ഇരിക്കെ. സിറ്റ് ഡൗൺ. അത് പിന്നെ അവിടെ തൊടൽ ഇവിടെ തൊടൽ, അവിടെ ഇരിക്കല് പിടിക്കല് കൊത്തുന്നൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെയാണ് കേട്ടോ അരി ഇട്ട് കൊടുത്തിട്ട് പ്രാവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. കാരണം അരുണിമ കുറച്ച് സമയത്തേക്ക് കുഞ്ഞുങ്ങളെ ഇവിടെ ആക്കിയിട്ട് പോകുന്നതല്ലേ. അപ്പോൾ അവരെ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആക്കി വെക്കണം, എന്നാലല്ലേ അവർക്ക് ഇനി ഇങ്ങോട്ട് വരാൻ തോന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ TV വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് കുട്ടികൾ അവരുടെ പേരൻസ് നമ്മളെ ഒരു വിശ്വാസത്തോടു കൂടി ഏൽപ്പിക്കുന്നു, അവർ ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ ഒരു സേഫ്റ്റി ഞാൻ അവർക്കും കൊടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. അതേപോലെ എനിക്ക് മക്കളെ എൻഗേജ് ആക്കി വെക്കാൻ പറ്റുകയും ചെയ്യും. പെട്ടെന്ന് പിള്ളേർ എന്നോട് കമ്പനി ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ് ഇവരെൻ്റെ കൂടെ വന്ന് നിൽക്കുമ്പോൾ. അവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ അരുണിമയാണ് വിളിച്ചത്. ഞാൻ അരുണിമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞ് കളിക്കുന്നത്. കുഞ്ഞിന് പേടിയൊന്നും ഇല്ല കേട്ടോ, പ്രാവിനൊന്നും. ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്കും പ്രജിക്കുമൊക്കെ പേടിയാണ്. പ്രാവ് നമ്മുടെ ദേഹത്തേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു പേടിക്കുമല്ലോ. നമ്മുടെ നോവയുടെ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം, പ്രജിക്ക് ഭയങ്കര പേടിയാണ്. അതേപോലെ എനിക്കും പേടിയാണ്, ശംഭുവിനും പേടിയാണ്. നമ്മൾ ദൂരെ നിന്നുള്ള കളികളൊക്കെ ഉള്ളൂ. പക്ഷേ ഇവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാവിൻ്റെ കൂടെ കളിക്കാനും. അരുണിമയാണെങ്കിലും അവിടെ പ്രാവിനെ ഇങ്ങനെ അടുത്ത് വിളിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇവർക്ക് അതിനെ പിടിക്കാനുള്ള പേടിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര താല്പര്യമാണ്. ഓ പൊന്നെ, അതിനെ പിടിക്കല്ലേ കുഞ്ഞാ, അത് പാപ്പം കഴിക്കട്ടല്ലേ. പാപ്പം കഴിക്കാൻ പറ. പാപ്പം. ഓ ഇവിടെ ഇരിക്കും, ഇത് കഴിക്കട്ടെ. നിന്നെ പേടിച്ച് അവിടെ പോയി ഇരിക്കേതല്ല കണ്ടോ കുഞ്ഞോ. ഇവിടെ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടില്ലേ? ഇവിടെ അരി പാപ്പ ഇട്ട് കൊടുത്തിട്ടില്ലേ? അതെങ്ങനെയാ പിടിക്കുക? അവര് ഫുഡ് കഴിക്കട്ടല്ലേ. അവനെ പിടിക്കാൻ പറ്റൂല കുഞ്ഞാ. ദേ കണ്ടോ, അവര് പാപ്പം കഴിക്കാൻ വന്നല്ലേ. പാപ്പം എന്താണ്? അവനെ പിടിക്കണോ? അയ്യോ അവനെ പിടിക്കല്ലേ, അവൻ പൊങ്കത്തിരിക്കുവല്ലേ, പൊങ്കത്തില്. ഓ ഓ ഓ നോ 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 നോ. ഓ ഓ ഓ ഓ ഓ. എന്നാ ഈ അരി കൊടുക്കുന്നെങ്കി വാ. കൈ കാണിക്കുന്ന, കൈ ഇങ്ങി വാ. എന്നാ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്ക. എന്നാ പാവേ, കണ്ടോ? എടുത്തേ. ഇവിടുന്ന് എടുക്ക്. ഇവിടെ വെക്ക്. ഇങ്ങനെ വെക്ക്. പിടിക്കരുത്. പാപ്പം കൊടുത്തേ. മമ്മ. ഗുഡ് ഗേൾ. എന്നാ ഇവിടെ എടുക്ക്. എന്നാ ഇതാ കൊടുക്കുന്നു.
കഴിച്ചോ മമ്മ 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 കഴിക്കാൻ പറ. ഇത് കൊടുക്ക്, ഇതെടുത്ത് കൊടുക്കുന്ന, ഇതെടുത്ത് കൊടുക്ക്, ഇതെടുത്ത് കൊടുക്ക്. എന്നാ ഇതെടുക്ക്, ഇതെല്ലാം എടുത്ത് കൊടുക്ക്, ഇതെല്ലാം പറക്കി കൊടുക്ക്. മമ്മം മമ്മമ്മ മമ്മം കൈക്ക് പ്രാവേന്ന് പറ. പൊന്നെ പൊന്നെ കുഞ്ഞോ മോളെ ന്യൂട്രലിൽ പോയിരുന്ന് പിടിക്കുവാണ്. ആ പേടി അരിയിട്ട് കൊടുത്തിട്ട് മെല്ലെ അതിനെ വിളിച്ചു വരുത്തിയിട്ട് അതിന്റെ വാലില് മെല്ലെ പിടിക്കുന്നു കണ്ടോ. നാക്കിന് എല്ലാം പോയി ബാ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രജി വിളിക്കുകയായിരുന്നു, അതുപോലെ അരുണിമയും അമ്മയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. കാരണം എല്ലാ ദിവസത്തെ ഇങ്ങനെ വിളിക്കുന്നത് പോലെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരറിയുന്നില്ലല്ലോ മോൾ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ പ്രജി വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്ക് മോളെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് പറയുകയാണ് ഇതിന് പേടിയൊന്നും ഇല്ലേന്ന്. കാരണം നമുക്ക് പേടിയാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശംഭുവിനും പേടിയാണ്, നമ്മളിങ്ങനെ പോയിട്ട് തൊടുവൊന്നും ഇല്ലല്ലോ. അപ്പം സൂക്ഷിക്കണേ എന്നൊക്കെ പറയുകയാണ്. കാരണം നമ്മൾ 4th ഫ്ലോറിലാണ്, 4th അല്ല 3rd ഫ്ലോറിലാണ്. അപ്പം അങ്ങനെ അപ്പോൾ അതിന് ശേഷം എന്താ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ചോറൊക്കെ കൊടുത്തു. അപ്പം ഞാൻ സാമ്പാറൊന്നും എടുത്തില്ല, കാരണം കുഞ്ഞിന് എരിവായാലോ എന്ന് പേടിച്ചിട്ട്. അവൾക്ക് തൈര് ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ക്യാബേജ് തോരനും തൈരും പപ്പടവും കുറച്ച് മീൻ വറുത്തതും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ അവൾക്ക് ചോറ് കൊടുത്തു കേട്ടോ. അത്യാവശ്യം കഴിച്ചു എന്നല്ലാണ്ട് കാര്യമായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദീപചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു മോളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ കുറച്ച് ഫുഡൊക്കെ എടുക്കാൻ പോകുന്ന സമയത്തിന് ഞാൻ കുറച്ച് പപ്പടം ഇല്ലേ നമ്മുടെ ഫ്രൈങ്സ് ഒക്കെ വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ കുട്ടികളും ഭക്ഷണം കഴിക്കുന്ന ഓരോ രീതിയിലല്ലേ. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ശംഭൂട്ടൻ്റെ രീതി മാത്രമല്ലേ എനിക്കറിയുള്ളൂ. ശംഭൂട്ടൻ ഇങ്ങനെ വായി നിറച്ച് കൊടുക്കുന്നതാണ് എനിക്ക് ശീലം. ഇവർ പക്ഷേ അങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ഓരോ രീതികളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടം കുഞ്ഞുങ്ങളിങ്ങനെ വായി നിറച്ച് ഭക്ഷണം കഴിക്കുന്നതാണ്. അതേപോലെ ഇങ്ങനെ മുഖത്തൊന്നും ആക്കാതെ കഴിക്കണം അങ്ങനെയൊന്നും ഇല്ല. ഞാൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മുഖത്തും ദേഹത്തും ഒക്കെ ആയിന്നിരിക്കും. അപ്പം ശരി, എന്തായാലും ഭക്ഷണമെല്ലാം കഴിച്ച് കഴിയാറായപ്പോഴത്തേക്ക് ദീപു ചേട്ടൻ വന്നിട്ട് 2 ബോക്സിൽ കേക്ക് കൊണ്ടു തന്നു. അരുണിമ കേക്ക് ഉണ്ടാക്കാറുണ്ടല്ലോ, കാരണം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അവൾ ഓരോ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കുമ്പോഴും എനിക്ക് കൊണ്ടുതരും, അതിൻ്റെ ഒരു പെർഫെക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അടിപൊളി സൂപ്പർ കേക്കായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവളെ കോൾ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ 2 പാത്രത്തിൽ തന്നിരിക്കുന്ന 1 സ്വർണ്ണേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, 2 എനിക്കും. അന്നേരം അവിടെ ഇല്ലായിരുന്നു, അങ്ങനെയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശംഭൂട്ടനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. സ്വർണ്ണേച്ചിക്ക് കേക്കെല്ലാം കൊണ്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഡെയിലി റൊട്ടീൻ പോലെ തന്നെ നമ്മുടെ ദിവസം അങ്ങനെ പോയി. ഉച്ചവരെ എങ്ങനെയായിരുന്നു. ഇനി നമ്മൾ ലഞ്ചൊക്കെ കഴിക്കാൻ പോവാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കണേ. താങ്ക്